ശ്രീ ഷാഫി ചാലിയം, PV അൻവർ UDFന്റെ ഭാഗമാകുമോ? അത് അസോസിയേറ്റ് അംഗം എന്നുള്ളത് മാത്രമാണ് നിലവിലെ സാധ്യത എന്ന് പറയുന്നു. എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്? PV അൻവർ വളരെ അപക്വമായ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നത്. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും വാദങ്ങളിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോരണം, തിരുത്താൻ തയ്യാറാകണം. അപ്പോഴേ UDFയിലേക്കുള്ള പ്രവേശനം എളുപ്പമാവുള്ളൂ. അപ്പം രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ചില ക്ഷമയും ചില വിവേകങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്ത് വികാരങ്ങൾക്ക് പുറത്തും അത് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. അൻവർ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും അതോടൊപ്പം അൻവർ നടത്തുന്ന പോരാട്ടത്തിൻ്റെ വിജയവും UDFനെ പോലെ തന്നെ അൻവറിനും പരമപ്രധാനമാണ്. അതുകൊണ്ട് അൻവറിൻ്റെ ഭാഗത്തുള്ള ചില തിരുത്തുകൾ അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. താങ്കളുടെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ അത് ലീഗിൻ്റെ നിരീക്ഷണമായി തന്നെ വിചാരിക്കാമല്ലോ, അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇത് ഇപ്പം ലീഗും കോൺഗ്രസും ഇല്ലല്ലോ. എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ UDF എന്നുള്ള നിലക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം വിമർശിക്കുന്നതിന് മുമ്പ് കയറി UDFയിലേക്ക് വരാനിരിക്കുന്ന ഒരാൾ വിമർശിക്കുമ്പോൾ അത് ഞങ്ങൾക്കുണ്ടാക്കുന്ന വ്യസനവും ദുഃഖവും സങ്കടവും എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതൊരു നിർഭാഗ്യകരമാണ്. ഈ പോരാട്ടത്തിൽ അൻവർ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടായത് ഖേദകരമാണ്. അൻവർ തിരുത്താൻ തയ്യാറാകണം. അതുവഴി UDFിനോടൊപ്പം എത്താനുള്ള വഴി സുഗമമാക്കണം. ഈ തിരഞ്ഞെടുപ്പിൽ അൻവർ പറഞ്ഞതുപോലെ ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ രോഷപ്രകടനം അത് UDFൻ്റെ വിജയത്തിൽ കലാശിക്കുകയും ഇടതുപക്ഷത്തിന് ആ മണ്ഡലം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോഴാണ് തീർച്ചയായും അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി തന്നെ ഇവിടെ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾക്ക് നിർണായകമാണ്. പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. ഒഫീഷ്യലായിട്ട് ലീഗിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒന്ന് എടുത്തു പറയാൻ ഇവിടെ ഉണ്ടാവുമില്ല. ലീഗ് അത് തരുകയുമില്ല. അല്ല, UDFന്റെ ഒരുമിച്ചുള്ള തീരുമാനം എന്ന് പറയുന്നത് യോഗമുണ്ട്. ഒരുമിച്ചുള്ള തീരുമാനം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ, UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നു എന്ന് PV അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ അസോസിയേറ്റ് അംഗമാക്കും, അല്ലേ? അല്ല, അസോസിയേറ്റ് അംഗമാക്കാൻ തത്വത്തിൽ കോഴിക്കോട് ചേർന്ന UDF തീരുമാനിച്ചതാണ്. ആ തീരുമാനം മിസ്റ്റർ അൻവറിനെ അറിയിച്ചതുമാണ്. പിന്നെ ആ തീരുമാനം ഡിക്ലെയർ ചെയ്യാൻ ആവശ്യമായ ചില ഇടപെടലുകൾ, ചില ഹൈക്കമാൻഡ് അടക്കമുള്ളവരുടെ കൺവീൻസ്, അതൊക്കെ കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. ബോധ്യപ്പെടാൻ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നില്ല. അല്ല, അങ്ങനെയൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയുക? ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ്. കോൺഗ്രസ് തന്ന സ്ഥാനാർത്ഥി ഞങ്ങളെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് മങ്ങലേൽക്കുന്ന പരാമർശം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അപലപിക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അത് അൻവർ ആയതുകൊണ്ട് അൻവറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തിരുത്തണം. അത് ശരിയല്ലത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കയറി ഇவ்விധം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് അൻവർ തന്നെ ചിന്തിക്കുക. അത് പാടില്ലല്ലോ. അപ്പം ഞങ്ങളും അൻവറും തമ്മിലുള്ള പ്രശ്നം അതാണ്. അപ്പം അൻവർ അത് തിരുത്തി UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് രംഗത്തിറങ്ങണം. രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ വഴിയെ ബാക്കിയുള്ളതൊക്കെ ശരിയാവും തന്നെയാണ് ഞങ്ങളൊരു വീക്ഷണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.